നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേ, നമുക്കൊരു ലെറ്റർ ആരോ കൊണ്ടിട്ടേക്കുന്നു. ലെറ്ററോ? അന്ന് വാലന്റൈൻസ് ഡേക്ക് നീ പണി ഒപ്പിച്ചതുപോലെ അടുത്ത പണിയായിട്ട് വന്നിരിക്കുകയാണോ? നിന്റെ ലെറ്റർ ബോംബൊന്നും ഇനി ഇവിടെ പൊട്ടില്ല മോളെ. സത്യമായിട്ട് ഈ ലെറ്റർ ഞാൻ സെറ്റാക്കിയതല്ല. ഞാനും ഇപ്പഴാ ഇത് കാണുന്നത്. അപ്പൊ നീ അല്ലേ? പിന്നെ ആരെ ലെറ്റർ കൊണ്ട് ഇവിടെ ഇട്ടത്? ആരെങ്കിലും നമ്മളെ പറ്റിക്കാനായിട്ട് കൊണ്ടിട്ടതായിരിക്കും. ലെറ്റർ കൊണ്ടിട്ടത് ആരെങ്കിലും ആവട്ടെ, ഈ ലെറ്ററിൽ എന്താണെന്ന് അറിയണമല്ലോ. ഷൈനി, ഓപ്പൺ ചെയ്. ഇങ്ങെടുത്ത്. ഇങ്ങത്താ. ഒരാൾ മരണപ്പെട്ടു. 1/7. ഇതെന്ത് ഇങ്ങനൊരു കത്ത്? ഒരാൾ മരണപ്പെട്ടു 1/7. ഇതിനർത്ഥം 7 പേരിൽ ഒരാൾ മരണപ്പെട്ടു എന്നല്ലേ? ഈ കത്ത് ഇങ്ങനെ വായിക്കുമ്പോ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. 7 ഒരാൾ അതാരാ? നമ്മുടെ മുറിയിലേക്ക് കത്ത് കൊണ്ടിട്ടത് നമ്മളെ ഉദ്ദേശിച്ചാണെങ്കിൽ നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. 5 പേരും ജീവനോടുണ്ടല്ലോ. പിന്നെ ഈ കത്ത് കൊണ്ടിട്ടയാള് ആരെയാ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ആരാ മരണപ്പെട്ടത്? അതൊരു റിയാലിറ്റി ആയിരിക്കും. ഈ കത്ത് എന്തിന് നമ്മുടെ മുറിയിൽ കൊണ്ടുവന്നിട്ടു? ആരായിരിക്കും ഇതിന് പിന്നില്? ഈ കത്ത് ഇവിടെ കൊണ്ടിടണമെങ്കിലേ അത് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കില്ലേ? ഇങ്ങനൊരു മരണ വാർത്ത നമ്മളെ അറിയിക്കാൻ അതിനാർക്കാ ഇത്ര ധൈര്യം? ഇതാരുടെ മരണ വാർത്തയാ? അതൊരു ബിഗ് ക്വസ്റ്റ്യനാ. ആരാണ് ആ 7 പേര്? അതിൽ ആരാ മരണപ്പെട്ടത്? നീ എന്നാ ഹിറ്റ് ലിസ്റ്റോ? രാവിലെ എണീറ്റപ്പോ തന്നെ ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളാണല്ലോ. ഇതിന്റെ സത്യം എന്തായിരിക്കും? ആരോട് ചോദിക്കും? ഈ കത്തില് പറഞ്ഞത് അവിടെ നിക്കട്ടെ, ഇതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ തലപുകഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ കത്ത് ഇവിടെ കൊണ്ടിട്ടത് ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ കത്ത് കൊണ്ടിട്ടവർക്കല്ലേ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ല, ഈ കത്ത് കൊണ്ടിട്ടയാളെ എങ്ങനെ കണ്ടുപിടിക്കും? അനു, നീ ആ കത്ത് കൊണ്ടുവച്ചിട്ട് വാ, നമുക്ക് നോക്കാം. ഹോസ്റ്റലിലല്ലേ, ഇവിടെ നിന്ന് എനിക്കൊന്നും ചെയ്യാനാവില്ല. ഞാനേ നമ്പർ അയച്ചു തരാം. ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. ഇവളായിരിക്കോ ആ കത്ത് നമ്മുടെ റൂമിൽ കൊണ്ടിട്ടത്? ഇവളാണെങ്കി ആ ലെറ്ററിന് പിന്നിൽ അലീന തന്നെയായിരിക്കും. ഇവൾ അലീനയുടെ ആളല്ലേ? ഇവളെ പിടിച്ചൊന്ന് കുടഞ്ഞാലോ? ബലം വീണ് കിട്ടിയാലോ? നിങ്ങള് വാ. വാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കാവേ. നീ എന്തിനാ ഈ ഭാഗത്തേക്ക് വന്നേ? ഫോണിന് കുറച്ച് റേഞ്ച് കിട്ടാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഓ, ഫോണിന് റേഞ്ച് കിട്ടാത്തോണ്ട് മാത്രാണോ നീ ഭാഗത്തോട്ട് വന്നത്? അതെ. എന്താ? അല്ല, ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? ആ, ഉണ്ടായി. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ബാഡ് ന്യൂസോ? എന്ത് ബാഡ് ന്യൂസ്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? റീന മാമിന്റെ കാര്യം അറിഞ്ഞില്ലേ? റീന മാമിന് എന്തു പറ്റി? റീന മാമിന്റെ കാര്യം കട്ട പുകയായി. ആ ശല്യം അങ്ങ് തീർന്നു കിട്ടി. ഹലോ, എന്താ? ആംബുലൻസോ? ഉടനെ വരുവോ? ഇങ്ങോട്ട് വരുവോ? ആംബുലൻസോ?
ആംബുലൻസോ? റീന മാമിന് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ ശല്യം തീർന്നു കിട്ടിയെന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? ആള് തട്ടിപ്പോയെന്നാണോ? അപ്പോ അവരാണോ ആ ലെറ്റർ പറഞ്ഞ ഒരാള്? ഈശ്വരാ, റീന മാം, അയ്യോ. നിങ്ങളൊന്ന് വന്നേ, നമുക്ക് പോയി നോക്കാം. വാ. അയ്യോ, മാം, മാമിന്റെ കൈക്ക് ഇതെന്തു പറ്റി? ഇതെപ്പോ സംഭവിച്ചു? ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ മാം. ഇതെങ്ങനെ സംഭവിച്ചു മാം? മാം എവിടെയെങ്കിലും തട്ടി വീണോ? അതോ മാമിന് ആരെങ്കിലും വീഴ്ചതാണോ? അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അവരെ ആരും വെറുതെ വിടാൻ പാടില്ല. അയ്യോ, എന്നെ ആരും വീഴ്ത്തിയതല്ല. ആരെങ്കിലും വീഴ്ത്താൻ ശ്രമിച്ചാ ഞാൻ അങ്ങനെ വീഴുകയില്ല. മാമിന്റെ കൈ അനക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണല്ലോ. എന്താ ഉണ്ടായതെന്ന് മാം പറയുന്നില്ലല്ലോ. ഷോക്ക് അടിച്ചതാ. ഷോക്ക് അടിച്ച സമയത്ത് കൈ മേശയിൽ ചെന്നിടിച്ചു. കൈ ഫ്രാക്ചറായി. ഇന്നലെ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഒരാഴ്ച കൈ അനങ്ങാതെ സൂക്ഷിക്കാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോ മാമിന് ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? അത് സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. മാം, ഈ സാരി മാമിനെ കുളിച്ചു മാറാനുള്ളതല്ലേ? മന്ദാകിനി കൊണ്ടുവച്ചിട്ട് പോയതാ. ഈ അവസ്ഥയില് മാം എങ്ങനെ തനിയെ കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും? അത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം, നിങ്ങൾ പൊയ്ക്കോ. മാം, ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് മാം ഇവിടെ തന്നെ ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. മാമിന് ഒറ്റയ്ക്ക് കുളിച്ച് ഡ്രസ്സ് മാറാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഏയ്, അതൊന്നും പ്രശ്നമല്ല. പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്തായാലും മാമിന്റെ ഈ അവസ്ഥയിൽ കുളിച്ചിട്ട് ഡ്രസ്സ് മാറാൻ കഴിയില്ല. മാമിനെ ഞങ്ങള് സഹായിക്കട്ടെ? ഞങ്ങൾ മാമിനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട മക്കളെ, നിങ്ങള് എനിക്ക് വേണ്ടി വെറുതെ ബുദ്ധിമുട്ടുണ്ട്. മാം, മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഇതൊക്കെ ചെയ്യാൻ മാമിന് കഴിയില്ലല്ലോ. മാമിനെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മാം, ഞങ്ങളെ അന്യരായിട്ടാണോ മാം കാണുന്നത്? ഞങ്ങളെല്ലാരും മാമിന്റെ മക്കളാണെന്ന് മാം തന്നെയല്ലേ പറയാറുള്ളത്?